ദൈവനാമത്തിന് മഹത്വം. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് മനസ്സിലാക്കിയ ദൈവം അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. ദൈവം മനുഷ്യന് ഒരു ഗാഢ നിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലിൽ നിന്ന് ഒന്നെടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ച് ഒരു സ്ത്രീയെ ഉണ്ടാക്കി മനുഷ്യന് കൊടുത്തു. സ്ത്രീകൾ സമൂഹത്തിലും കുടുംബത്തിലും വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വേദപുസ്തകത്തിൽ നമുക്ക് ധാരാളം സ്ത്രീകളെ പരിചയപ്പെടുവാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന നല്ലൊരു മാതൃകകളാണ് അവരുടെ ജീവിതം. നമുക്ക് മാതൃകയാക്കാൻ കഴിയുന്ന വേദപുസ്തകത്തിലെ ചില സ്ത്രീകളെ ഞങ്ങളിവിടെ പരിചയപ്പെടുത്തുകയാണ്. താമി രഹബോത്ത് ബഹ്റിൻ സോദരി സമാജം അവതരിപ്പിക്കുന്നു വേദപുസ്തകത്തിലെ ശ്രീരത്നങ്ങൾ. സാറ. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യ സാറ വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തനെന്ന് എണ്ണുകയും പ്രായം കഴിഞ്ഞിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെട്ട ശ്രീരത്നം സാറ. മിരിയാം. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്നും കനാനിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ സഹോദരന്മാരായ മോശയോടും അഹരോനോടും ഒപ്പം നിന്ന ധീര വനിത. ഇസ്രായേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ കൂടി ഉണങ്ങിയ നിലത്തിൽ കൂടി അക്കരെ കടന്നപ്പോൾ മിരിയാം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്ന് ദൈവത്തെ ആരാധിച്ചു. ദെബോര. ഇസ്രായേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ ദെബോര ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. കനാന്യർക്കെതിരായുള്ള യുദ്ധത്തിൽ തന്റെ കൂടെ വേണമെന്ന് ബാലാക്ക് അഭ്യർത്ഥിച്ചപ്പോൾ പിന്മാറാതെ ഇസ്രായേലിന്റെ രക്ഷയ്ക്കായി ധൈര്യപൂർവം ബാലാക്കിനോടും സൈന്യത്തോടും ഒപ്പം അവൾ പുറപ്പെട്ടു. അവർ നേടിയ ഉജ്ജ്വല വിജയത്തെ തുടർന്ന് ദെബോര പാടിയ സ്തോത്രഗീതം ബൈബിളിലെ ഏറ്റവും പുരാതനമായ കവിതകളിൽ ഒന്നായി കരുതപ്പെടുന്നു. രൂത്തും നവോമിയും. യഹോവയോടും അമ്മായി അമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടം കാരണം തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദ ദേശത്തെത്തിയ മോവാബിയ സ്ത്രീയായ രൂത്ത് തന്റെ ദൈവഭയവും കഠിനാധ്വാനവും വിശ്വസ്തതയും കൊണ്ട് യേശുവിന്റെ വംശാവലിയിൽ തന്നെ ഇടം പിടിച്ച മഹിളാരത്നം. മരുമക്കളിൽ ഒരാളായ ഓർപ്പ തന്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിയപ്പോഴും രൂത്ത് തന്റെ അമ്മായിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ച രൂത്ത് മരുമക്കൾക്ക് ഒരു മാതൃകയാണ്. ഹന്ന. ഇസ്രായേൽ ജനത്തിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേലിന്റെ അമ്മ. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ദൈവത്തോടുള്ള ഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബീഗയിൽ. കർമ്മേലിലെ മഹാധനികനായ ന്യായപാലകന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും നല്ല പ്രവൃത്തിയും കൊണ്ട് അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. ഇസ്രായേലിന്റെ ദൈവത്തെ നല്ല വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി.
പരാക്രമശാലി ആയിരുന്നെങ്കിലും കുഷ്ഠരോഗിയായ സ്വന്തം യജമാനൻ നയമാന്റെ മുൻപിൽ തന്റെ ദൈവത്തെ ധൈര്യപൂർവ്വം പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി എസ്തേർ. അഹശ്വേരോശ് രാജാവിന്റെ ഭാര്യ എസ്തേർ തന്റെ രാജ്യപദവിയിലും കൊട്ടാരത്തിലെ സുഖത്തിലൊന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെ ഉള്ള എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നിട്ടും സ്വന്തം ജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢിയും കുലീനയുമായ ഉത്തമ സ്ത്രീ മറിയയും എലിസബത്തും. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസിയും നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു സ്വന്തം മകനെ പാപപരിഹാര ബലിക്കായി ഏൽപ്പിച്ചു കൊടുത്ത യാഗത്തിന്റെ നിറകുടം. യേശുക്രിസ്തുവിന് വഴിയൊരുക്കാൻ ജനിച്ച യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത് ദൈവസന്നിധി നീതിയുള്ളവളും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവളും ആയിരുന്ന ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചക. ആശീർ ഗോത്രത്തിൽ മനവേലിന്റെ മകളായ ഹന്ന പ്രവാചക വളരെ വയസ്സുണ്ടായിട്ടും ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരൂശലേമിന്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഹന്ന പ്രവാചകയ്ക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരികളായ മാർത്തയും മറിയയും യേശുവിന്റെ പാദപീഠത്തിങ്കൽ ഇരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്തു. നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടു മനം കലങ്ങിയിരുന്നു. മാർത്തയ്ക്ക് യേശുവിന്റെ സന്ദർശനം ആശ്വാസമുള്ളതായിരുന്നു. മാർത്തയുടെ അതിഥി സൽക്കാരം ഏതൊരു സ്ത്രീകൾക്കും മാതൃകയുള്ളവയാണ്. ശമര്യക്കാരത്തി സ്ത്രീ. യേശുവിനെ മശിഹാണെന്ന് തിരിച്ചറിഞ്ഞ ശമര്യക്കാരത്തി സ്ത്രീ അറിഞ്ഞ സത്യം മറച്ചു വെക്കാതെ വെള്ളം കോരാനാണെന്നുള്ള കാര്യം മറന്നു കുടം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു. അവളുടെ വാക്ക് കേട്ട ജനം പട്ടണത്തിൽ നിന്നും പുറപ്പെട്ട് യേശുവിനെ കാണാൻ നിന്നു. മദ്ദലക്കാരത്തി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ച മദ്ദലക്കാരത്തി മറിയം മരണസമയത്തും യേശുവിനോടൊപ്പം അവൾ ഉണ്ടായിരുന്നു. അതിരാവിലെ കല്ലറത്തിലെത്തിയ മദ്ദലക്കാരത്തി മറിയയാണ് താൻ ഉയർത്തെഴുന്നേറ്റു എന്ന വർത്തമാനം ശിഷ്യന്മാരെ അറിയിപ്പാൻ ദൈവം ഏൽപ്പിച്ചത്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി മാറിയ മദ്ദലക്കാരത്തി മറിയം. ക്രിസ്തീയ ജീവിതത്തിൽ സഹോദരിമാർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് തീത്തോസ് എന്ന ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യവുമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവളും ദയയുള്ളവളും ഭർത്താക്കന്മാരെ ഭയപ്പെടുന്നവളും നന്മ ഉപദേശിക്കുന്നവളും ആയിരിക്കണം. സദൃശവാക്യങ്ങൾ 4:2 പറയുന്നത് സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് ഒരു കിരീടം. പ്രിയ സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലും സുവിശേഷ വേലയിൽ പോരാടി നല്ല പ്രാർത്ഥനാ ജീവിതം നയിച്ചാൽ കർത്താവിൽ നിന്നും നല്ല സാക്ഷ്യം ലഭിക്കുന്നവരായി രക്ഷിക്കപ്പെടുന്നവരുടെയും നശിക്കുന്നവരുടെയും ഇടയിലും ദൈവത്തിന് ക്രിസ്തുവിൽ സൗരഭ്യവാസനയായി തീർന്നു ചരിത്ര പുസ്തകത്താളുകളിൽ നമ്മളുടെ പേരുകൾ രേഖപ്പെടുത്തേണ്ടതിന് ദൈവകരങ്ങളിൽ നമ്മെ താഴ്ത്തി സമർപ്പിക്കാം. സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ അവതരണം ഞങ്ങളിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.